ആയുസ്സിന്റെ വഴി നീ എനിക്ക് വെളിപ്പെടുത്തി. മിശിഹാനാഥൻ യാത്രാമധ്യേ ദാഹാകുലനായി ശാഖാർ നഗരിയിലെത്തുമ്പോൾ വെള്ളം കോരും പാപിനിയോടാ അവനർപ്പിച്ചു ദാഹജലം തല്ലേകീടാ. ജാത്യാചാരം ചിന്തിച്ചവൾ ആശങ്കാകുലയായപ്പോൾ കർത്താവിൻ തിരുവചനങ്ങൾ പശ്ചാത്താപം അവൾ കരുളി. സങ്കരഭീതിയിൽ നിന്നൊരു നാൾ അഭിസാരികയാം രാഹാവിൻ ഭവനം മാത്രം ജോഷ്വായാൽ പരിരക്ഷിതമായി തീർന്നെങ്കിൽ ശമറായ സ്ത്രീ മിശിഹായിൽ ജീവജലം കണ്ടെത്തുകയാൽ അവൾ വഴിയെന്ന ജനമഖിലം കർത്താവിൻ കൃപ കണ്ടെത്തി. അവനെ വാഴ്ത്തിടാ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്നു. കർത്താവേ, നിൻ വസ്ത്രാഗ്രത്തിൽ രോഗിണിയൊരുവൾ സ്പർശിച്ചോരാ നിമിഷത്തിൽ നിന്നിൽ നിന്നും ശക്തി പുറപ്പ്. ആരും ഗ്രഹിയാതേകിയ സൗഖ്യം ശ്രുതമെങ്കിൽ നിൻ തിരുവചനം മണ്ണിൽ വെളിവായി അത്ഭുതകരമായി നൽകിയതാം രോഗവിമുക്തി നിഷേധിക്കാൻ ആർക്കും കഴിവില്ലൊരു നാളും. വിനയാൻ വിധയായി തവ പാദം ചുംബിച്ചോരാ പാപിനിയിൽ കൃപയുടെ മധുരിമ വർഷിച്ചു. പാപപ്പൊറുതിയവൾക്കേകി അനുതാപത്തിൻ കണ്ണീരാ. അഭിഷേചിതനാം നാഥാനിൻ ഔദാര്യത്താൽ പാപത്തിൻ ശിക്ഷയവൾക്കൊഴിവാക്കിയ നിൻ കൃപയെ വാഴ്ത്തുന്നേ. അവൻ തന്നെ വെറുമയാക്കി. ദാസന്മാരുടെ ദാസനു തുല്യം കർത്താവേ, നീ ധരയിൽ വന്നു വസിച്ചല്ലോ. എളിമയ്ക്കേക നിദർശനമാം നീ ശിഷ്യഗണത്തിൻ കാലുകൾ പോലും കഴുകിയിലേ. പരമോന്നതനാം ദൈവകുമാര പരദേശിക്കു സമാനം നീ തലചായ്ച്ചിടാനിടമെന്നേ വിനയാൻവിതനായി ജീവിച്ചു. നിത്യപിതാവിൻ സന്നിധിയിൽ ഞങ്ങൾക്കിടമൊന്നേകിടുവാൻ ആയുസ്സിൻ സുവിശേഷം നീ മർത്യർക്കൻപൊടു നൽകുകയാ. നിന്നെ വാഴ്ത്തുന്നേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശിഷ്യന് പാതയൊരുക്കിടുവാനായി പരിചോടൊരു നാൾ കടലിനു മീതെ നടന്നോനേ. തിരമാലകളിൽ വിരചിച്ചു നീ പദയുഗതാരാൽ മർത്യനു ദിവ്യരഹസ്യങ്ങൾ. ആഴിയിൽ നീയെന്നൻപൊടു കരതൻ നലമൊരു രൂപം നൽകുകയാൽ അലയാളിളകും കടലത്രേ ജീവിതമിവിടെന്നറിയിച്ചു. ഈദൃശ ജീവിത മധ്യത്തിൽ നിത്യായുസ്സിൻ സന്ദേശം ഭയമന്യേ വെളിവാക്കിടുവാൻ ശമയോനെന്നറിവു പകർന്നു. നിന്നെ വാഴ്ത്തുന്നേ.